ഹായ് എവരിവൺ, ഫിനിക്സ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം സിന്ധു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇൻകം ഫ്രം സാലറിയിലെ പെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാറ്റുവിറ്റിയാണ്. ഈ ഗ്രാറ്റുവിറ്റി പഠിക്കുമ്പോൾ ഓരോ ടോപ്പിക് വൈസ് ആണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് പിന്നീട് വലിയ പ്രോബ്ലം വരുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടോപ്പിക് വൈസ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് ഇന്ന് കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. എന്നാലാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ കുറച്ചെങ്കിലും മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയിക്ക് റിട്ടയർമെന്റിന്റെ സമയത്ത് കൊടുക്കുന്ന ഒരു ലംസം എമൗണ്ട് ആണ്. ഈ ലംസം എമൗണ്ട് എന്ന് പറയുമ്പോൾ അത് അണ്ടർ ലോണിന്റെ അടിയിൽ, അതായത് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ അടിയിൽ 1972 അടിയിൽ വരാം, അല്ലാതെ അതർ എംപ്ലോയീസിനും കൊടുക്കാൻ പറ്റും. അപ്പോൾ ചില എക്സംഷൻ ഉണ്ട്. ഈ എക്സംഷൻ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ചില സമയത്ത് ഡെത്ത്, ഒരു എംപ്ലോയർ ഡെത്ത് ആണോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആണോ, വിച്ച് ഈസ് ഏർലിയർ എന്ന് പറയുന്ന സമയത്തായിരിക്കും അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരാളുടെ ഡെത്ത് ആണോ റിട്ടയർമെന്റ് ആണോ എന്ന് കൺസിഡർ ചെയ്ത് അത് എന്താണോ ഏറിയർ അതിന്റെ ബേസിസിൽ നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഡേറ്റ് എത്രയാണെന്നുള്ളത് നോക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് എക്സംഷൻ എന്ന് നോക്കാം. ആദ്യം വരുന്നത് ഗവൺമെന്റ് എംപ്ലോയി അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് എംപ്ലോയി വരും. അതാണെങ്കിൽ എന്താ ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 എന്ന് പറയുന്നുണ്ട്. അതിൽ കുറച്ച് എക്സംഷനുകൾ വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. പിന്നെ അത് കൂടാതെ അതർ എംപ്ലോയീസ്, അതെന്തായിരിക്കും വരുന്നത് സർവീസിൽ മോർ ദാൻ സർവീസ് എന്തായിരിക്കും 5 years ആയിരിക്കണം, ലോണിന്റെ അടിയിൽ പെടില്ല. അപ്പൊ ഈ രണ്ട് കാറ്റഗറിയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഗവൺമെന്റ് എംപ്ലോയിയുടെ ഫുള്ളി എക്സെപ്റ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ഓക്കെ, ഒന്നാമത്തെ. രണ്ടാമത്തത് വരുന്നത് നോട്ടിഫൈഡ് ലിമിറ്റ് 20 lakh. ഈ നോട്ടിഫൈഡ് എമൗണ്ടിനെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്നും പറയാറുണ്ട്. അത് 20 lakh. പിന്നെ വരുന്നത് 15 days ആവറേജ് വേജസ്, അതായത് മന്ത്ലി സാലറി ഇൻറ്റു 15 divided by 2016 ആണ് എമൗണ്ട് കിട്ടുക. അതിൽ ഈ വേജസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബേസിക് സാലറി പ്ലസ് DA ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. ഇതില് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ മൂന്നെണ്ണത്തിലും ഏതാണോ ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട്, ആ ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡിൽ നിന്നും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ടാക്സബിൾ ആയിരിക്കുക. ലീസ്റ്റ് എമൗണ്ട് ആയിട്ട് നമ്മൾ ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് അത് ആക്ച്വൽ എമൗണ്ട് എത്രയാണോ റിസീവ് ചെയ്യുന്നത് അതിൽ നിന്ന് ലെസ് ചെയ്യും. അതായിരിക്കും നമ്മൾ ടാക്സബിൾ ആയിട്ട് എടുക്കുക. ഇതാണ് ഗ്രാറ്റുവിറ്റി ആക്ട് 1970. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 15 days വേജസ് എന്ന് പറയുന്നത് ദ ലാസ്റ്റ് ഡ്രോൺ മന്ത്ലി വേജസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ അതർ എംപ്ലോയീസിന്റെ കാര്യത്തില് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, പിന്നെ ലിമിറ്റ് വരുന്നത് 10 lakh, പിന്നെ വരുന്നത് ഹാഫ് മന്ത് ആവറേജ് സാലറി. ആവറേജ് സാലറിയിൽ ബേസിക് സാലറി പ്ലസ് DA പറഞ്ഞിട്ടുണ്ടാവുന്നത് ഇൻക്ലൂഡിംഗ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് റിട്ടയർമെന്റിന്റെ ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ എമൗണ്ട് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. പിന്നെ കമ്മീഷൻ ഓൺ ടേൺ ഓവർ ആയിരിക്കും എടുക്കുക. ഇതില് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എടുത്ത് അതെന്തായിരിക്കും ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡിൽ നിന്ന് ലെസ് ചെയ്ത് കിട്ടുന്ന പോർഷൻ ആണ് ടാക്സബിൾ ആയിട്ട് വരുന്നത്. ഇത്രയാണ് 3 കണ്ടീഷനാണ് വരുന്നത്. ഗവൺമെന്റ് എംപ്ലോയി, ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ അണ്ടറിൽ വരുന്നവര്, പിന്നെ അതർ എംപ്ലോയീസ്. പിന്നെ 3 എണ്ണമാണ് വരുന്നത്. ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കണം, സാലറി എടുക്കുമ്പോൾ ഹാഫ് മന്ത് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് സാലറി ഫോർ 10 months ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ മന്ത് ഓഫ് ടെർമിനേഷൻ ഓർ റിട്ടയർമെന്റ് എന്നാണ് എടുക്കേണ്ടത്. അവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ആഫ്റ്റർ സർവിംഗ് 33 years and 9 months in a company, Mr. D, who is covered under the payment of gratuity act. അതായത് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരാളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എന്താ പറഞ്ഞേ, റിട്ടയർസ് ഫ്രം സർവീസ് 30/11/2000. റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് വരുന്നത് 30/11/2019 ആണ്. അത് നോട്ട് ചെയ്യുന്നതാണ്.
പിന്നെ എന്തായിരിക്കും എംപ്ലോയർ പേസ് ഇൻ എ ഗ്രാറ്റുവിറ്റി 3 lakh ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എത്രയായിരിക്കും വരുന്നത് 3 lakh. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഹിസ് മന്ത്ലി സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് വാസ് 10,000 ആൻഡ് HRA 1,300. You are required to determine the amount of gratuity exempt under section 10 subdivision 10 Act പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ റിട്ടയർമെന്റിന്റെ ഡിലീറ്റ് എഴുതി വെച്ചു. ആക്ച്വൽ അത് എന്തിന്റെ ബേസിസിലാണ് അണ്ടർ ഏതായാലും ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ വരുന്നത് കേട്ടോ. ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എത്രയാണെന്ന് എഴുതി വെച്ചു. ഇനി ലിമിറ്റ് എത്രയാ വരുന്നത് 20 lakh. നമ്മൾ നേരത്തെ പഠിച്ചു 20 lakh ആണ് ലിമിറ്റ് എന്ന് പറഞ്ഞു. ഇനി എന്താണ് വരുന്നത് നമുക്ക് എത്രയാണ് എന്നാണോ ആവറേജ് സാലറി കണ്ടുപിടിക്കണം അല്ലേ. ഇതിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് പറഞ്ഞത് 15 days ആണ് നമ്മൾ പറഞ്ഞത്. 15 days ആവറേജ് സാലറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് റിട്ടയർമെന്റിന്റെ സമയത്ത് അയാൾക്ക് 10,000 rupees ആണ് എന്ന് പറഞ്ഞു. അപ്പോ അതില് 10,000 ആവറേജ് സാലറി ആവറേജ് സാലറി എങ്ങനെയായിരിക്കും വരാ 10,000 ഇൻറ്റു എത്രയായിരിക്കും വരാ 15/26 ഇൻറ്റു അയാൾ എത്ര കൊല്ലാണ് വർക്കിംഗ് എത്ര കൊല്ലാണ് ചെയ്തിരിക്കുന്നത് 3 year 33 year 9 months എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും 34 എന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇൻറ്റു 34 ചെയ്യണം. മനസ്സിലായോ? അതായത് 10,000 ഇൻറ്റു 15/26 ഇൻറ്റു 34 ആണ് എടുക്കുന്നത്. ഈ 30 അപ്പോൾ 34 ഇയേഴ്സ് ആയതുകൊണ്ടാണ് കേട്ടോ. അത് 33 years 9 months ആയതുകൊണ്ടാണ് ഞാൻ 34 ആക്കി എടുത്തത്. അങ്ങനെ ചെയ്യുമ്പോൾ എത്രയായിരിക്കും വരിക 1,96,146 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്താ വേണ്ടത് ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട്. ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ഏതായിരിക്കും വരിക ഇതല്ലേ വരുന്നത് ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട്. അപ്പോൾ 1,96,146 ആയിരിക്കും വരും. അപ്പോൾ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് മൈനസ് ആണ്. അപ്പോൾ ലീസ്റ്റ് എമൗണ്ട് 1,96,000 ആണ്. പിന്നെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എത്രയാണ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 3 lakh ആണ്. അപ്പോൾ 3 lakh മൈനസ് 1,96,146. അപ്പൊ എത്ര വരും നമുക്ക് 1,03,854 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ എമൗണ്ട് ആയിരിക്കും ടാക്സബിൾ. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. അതായത് ഇയാൾ അണ്ടർ ആക്ഷന്റെ ഇടയിലാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തായിരിക്കും ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ലിമിറ്റ് വരുന്നത് 20 lakh ആയിരിക്കും. അപ്പൊ നമ്മളുടെ റിട്ടയർമെന്റ് ഡേറ്റ് എന്താണെന്ന് നോക്കണം. റിട്ടയർമെന്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ ശ്രദ്ധിക്കാൻ കേട്ടോ. റിട്ടയർമെന്റ് ഡേറ്റ് 30/11/2019 എനിക്ക് വെച്ചു. വർക്കിംഗ് ഇയേഴ്സ് വന്നിരിക്കുന്നത് 33 year 9 months ആണ്. അപ്പൊ ഞാൻ അതിനെ 34 year ആക്കി എടുക്കും. ഇനി അണ്ടർ ആക്ടിന്റെ അടിയിൽ വരുന്നത് കൊണ്ട് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ അടിയിൽ വരുന്നത് കൊണ്ട് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 3 lakh എന്ന് എഴുതി വെച്ചു. പിന്നെ എന്തായിരിക്കും ലിമിറ്റ് വരുന്നത് എത്രയാണ് 20 lakh ആണ് വരുന്നത്. 15 days ആവറേജ് സാലറി എന്ന് പറയുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് റിട്ടയർമെന്റിന് മുന്നേ അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സാലറി എന്ന് പറഞ്ഞാൽ 10,000 rupees ആണ്. 10,000 ഇൻറ്റു 15/26 ഇൻറ്റു എത്ര കൊല്ലാണ് അയാൾക്ക് സർവീസ് ഉണ്ടായിരുന്നത് 34 years ആണ്. അപ്പോൾ 34. അപ്പൊ മൊത്തത്തിൽ എത്രയായിരിക്കും 1,96,146 ആണ് എമൗണ്ട് വരുന്നത്. ഇതില് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,96,146 ആണ്. ഈ എമൗണ്ട് ആക്ച്വൽ എമൗണ്ട് എത്രയായിരുന്നു അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 3 lakh ആണ്. ആ 3 lakhൽ നിന്ന് 1,96,146 അതായത് ഇത്ര വരെ നമുക്ക് എന്തായിരിക്കും എന്ന എക്സംഷൻ കിട്ടും. ബാക്കിയുള്ളതാണ് ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട്. ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് 1,03,854 ആയിരിക്കും. ഇതാണ് ഗ്രാറ്റുവിറ്റിയുടെ കമ്പ്യൂട്ടേഷൻ വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അണ്ടർ ദ ആക്ട് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ അണ്ടറിൽ വന്നതുകൊണ്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ വന്നത്. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിലെ എല്ലാ കണ്ടീഷനും വരുന്നുണ്ട്. ഓക്കെ, Mr. Srinivas retired 15/6/2018
after completion of 26 year 8 months of service and received gratuity 6 lakh. At the time of retirement his salary was എന്ന് പറഞ്ഞത്. അപ്പോൾ റിട്ടയർമെന്റ് ഡേറ്റ് വരുന്നത് എത്രയായിരിക്കും വരുന്നത് 15/6/2018 ആണ് വരുന്നത്. പിന്നെ വരുന്നത് ആള് കംപ്ലീറ്റ് ചെയ്തത് കംപ്ലീറ്റഡ് ഇയർ വരുന്നത് 26 ഇയർ എത്രയാണ് വരുന്നത് 8 months ആണ് വരുന്നത്. ഇതാണ് നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടത്. ഓക്കെ, ഇനി വരുന്നത് എന്താണ് വരുന്നത് നോക്കാം. ബേസിക് സാലറി 5000 പെർ മന്ത് ആണ്. ഡിയർനെസ് അലവൻസ് പറഞ്ഞിട്ട് അതിന്റെ ഒരു ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് 60% ഓഫ് വിച്ച് ഈസ് ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു കണ്ടീഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ആയിരിക്കും വരിക കേട്ടോ. കമ്മീഷൻ 1% ഓൺ ടേൺ ഓവർ, അതിന്റെയും ബ്രാക്കറ്റിലുണ്ട്. ടേൺ ഓവർ ഇൻ ദ ലാസ്റ്റ് 12 months വാസ് 12 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. ബോണസ് 12,000 പെർ ആനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. അതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് കമ്പ്യൂട്ട് ഹിസ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ഇതില് ഫസ്റ്റ് വരുന്നത് ഹി ഈസ് നോൺ ഗവൺമെന്റ് എംപ്ലോയി ആൻഡ് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അതായത് അയാള് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ എന്തായിരിക്കും ഒരു അണ്ടറിൽ വരുന്ന ആളാണ്. അപ്പൊ എന്തായിരിക്കും ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എന്ന് എഴുതിക്കൊള്ളുക. പിന്നെ എന്തായിരിക്കും ഒരു അണ്ടർ എബിറ്റി ആക്ട് ആണ് കേട്ടോ. അതും ഹെഡിങ് എഴുതി വെച്ചോളുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടീഷൻ തെറ്റാൻ സാധ്യതയില്ല കേട്ടോ. ആദ്യം വരുന്നത് എത്രയാണ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ഒന്നാമത്തെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എത്രയാണ് 6 lakh അല്ലേ. ഇനി ആക്ടിന്റെ അടിയിൽ വരികയാണെങ്കിൽ എത്രയായിരിക്കും വരിക നമുക്ക് 20 lakh ആയിരിക്കും. ലിമിറ്റ് വരുന്നത് 20 lakh ആണ്. ഇനി അടുത്ത് വരുന്നത് എന്തായിരിക്കും 15 days ആവറേജ് സാലറി അല്ലേ. ആവറേജ് സാലറി എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട് 5000 rupees ആണ് എന്ത് വരുന്നത് ബേസിക് സാലറി പ്ലസ് പിന്നെ എത്രയാണ് വരുന്നത് DA പറഞ്ഞിട്ടുണ്ട് 3000 എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട് റിട്ടയർമെന്റ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് 3000 കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇൻറ്റു ഇനി എന്തായിരിക്കും 15/26 സാധാരണ എടുക്കുന്ന പോലെ തന്നെ. ഇനി എത്രയായിരിക്കും വരുന്നത് ഇവിടെ ഇയർ നോക്കണം എത്രയാണെന്ന്. ഇവിടെ 26 ഇയർ 8 month എന്നല്ലേ പറയുന്നത്. അപ്പോൾ മന്ത് 8 month എന്ന് പറയുമ്പോൾ 6 months ആയി വരുമ്പോൾ 27 ഇയർ ആണ്. 27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 1,24,615 ആയിരിക്കും നമുക്ക് വന്നിട്ടുണ്ടാവുക. ഇതിൽ നിന്ന് ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ഏതായിരിക്കും വരുന്നത് 1,24,615 ആയിരിക്കും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് വന്നിട്ടുണ്ടാവുക. അത് ഏതായിരിക്കും ആക്ച്വൽ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ ടാക്സബിൾ കാണാൻ എന്താ ചെയ്യുക ആക്ച്വൽ എമൗണ്ട് മൈനസ് ലീസ്റ്റ് എമൗണ്ട് എന്നായിരിക്കും വരും. അപ്പൊ അതായത് എത്രയായിരിക്കും വരുന്നത് 6 lakh മൈനസ് 1,24,615. അപ്പൊ എത്ര വരും നമുക്ക് 4,75,385. ഈ എമൗണ്ട് ആണ് ടാക്സബിൾ ആയിട്ടുള്ള ഗ്രാറ്റുവിറ്റി എമൗണ്ട്. മനസ്സിലായോ? ഒരു വട്ടം കൂടി ഞാൻ പറയാം. ഇത് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും വരുന്നത് ആദ്യം വരുന്നത് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എത്രയാണ് 6 lakh എഴുതി. ലിമിറ്റ് വരുന്നത് 20 lakh ആണ്. വരുന്നത് 15 days ആവറേജ് സാലറി നോക്കണം. 15 days ആവറേജ് സാലറി നോക്കാൻ ബേസിക് സാലറി എത്രയാണോ അതിന്റെ കൂടെ എന്തായിരിക്കും 3000 DA ആഡ് ചെയ്യും. DA ആഡ് ചെയ്യാൻ കാരണം അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റിട്ടയർമെന്റ് പർപ്പസിനാണ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 3000 എടുത്തത്. ഇൻറ്റു 15/26 ഇൻറ്റു 27 എന്ന് വന്നത് എങ്ങനെയാ 26 ഇയർ 8 months വന്നത് കൊണ്ടാണ് 27 ഇയർ എന്ന് പറഞ്ഞത്. ഇൻറ്റു 27. ഇനി എന്തായിരിക്കും ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് മൈനസ് ലീസ്റ്റ് എമൗണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് 1,24,615 ആണ്. അപ്പോൾ 6 lakh മൈനസ് 1,24,615. അപ്പൊ എത്രയായിരിക്കും കിട്ടുക 4,75,385. ഇതാണ് നമ്മളുടെ അണ്ടർ ആക്ടിന്റെ അടിയിൽ വരുന്ന ഒരാൾക്കുള്ള ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 സെക്ഷനും വരുന്നത്, അതായത് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ടും നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ടും പിന്നെ ഏതായിരുന്നത് ഗവൺമെന്റ് എംപ്ലോയി ആണ് ചെയ്യാൻ പോകുന്നത്.
ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ കമൽ റിട്ടയർഡ് ഫ്രം സർവീസ് 31/3/2019 ആഫ്റ്റർ സർവിംഗ് 34 ഇയർ ആൻഡ് 9 months ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഴുതണം എന്നാണ് റിട്ടയറിംഗ് വരുന്നത് 31/3/2019. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർവീസ് പറഞ്ഞിട്ടുണ്ട് 34 ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 34 ഇയർ റിട്ടയർഡ് 9 months ആണ് വരുന്നത്. അപ്പോൾ അത് നോക്കി വെച്ചോളാം കേട്ടോ. At the time of retirement, his basic salary was 8,500 per month and DA 2,000 per month, not forming part of pay. He was also getting commission of 2,000 per month. At the time of retirement, he was paid debt cum retirement gratuity 4 lakh. Compute taxable amount of gratuity if Mr. Kamal is covered under the Gratuity Act 1972. ആദ്യം നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. That is under covered Gratuity Act. Okay. 1972 കേട്ടോ. അതിൽ ആദ്യത്തെ വരുന്നത് എന്തായിരിക്കും വരുന്നത്? എമൗണ്ട് റിസീവ്ഡ് എന്ന് നോക്കാം. അപ്പോൾ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എത്രയായിരിക്കും വരുന്നത്? 4 lakh. ഇനി അണ്ടർ എന്തായിരിക്കും ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ ഇടയിൽ വരുന്നത് കൊണ്ട് എത്രയായിരിക്കും വരുന്നത്? ലിമിറ്റ് എത്രയായിരിക്കും വരിക? 20 lakh. ഇനി മൂന്നാമത്തെ ഏതായിരിക്കും വരുന്നത്? 15 days salary for each completed year of service എന്നാണ് പറഞ്ഞിരിക്കുന്നത്. or part thereof is in excess of 6 months എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 days salary എന്തായിരിക്കും വരുന്നത്? കംപ്ലീറ്റഡ് ഇയർ എന്ന് എഴുതണം. അത് നിങ്ങൾ തന്നെ എഴുതിക്കോളും, ഞാൻ ഫുള്ളിട്ട് എഴുതുന്നില്ല കേട്ടോ. അതിൽ എങ്ങനെയായിരിക്കും വരിക? 8,500 ബേസിക് സാലറി പ്ലസ് ഡിഎൻഎസ് എലമെന്റ്സ് എത്രയാണ് വരുന്നത്? 2,000 ആണല്ലോ. ഇതിൽ പ്രത്യേകം ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ കമ്മീഷൻ തന്നിട്ടുണ്ട്. കമ്മീഷൻ ടേൺ ഓവറിന്റെ ബേസിസിൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ 8,500 പ്ലസ് 2,000 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 26. ഇത് ഫിക്സഡ് ആണ്. പിന്നെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 34 ഇയർ 9 months എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മോർ ദാൻ 6 months വരികയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തായിരിക്കും? നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 35 ഇയർ എന്ന് എടുക്കാൻ സാധിക്കും. അപ്പൊ ഇൻറ്റു 35. അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാണ്? 2,12,019. ഇതില് ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ എമൗണ്ട് ആയിരിക്കും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട്. ഇനി നമുക്ക് ടാക്സബിൾ എമൗണ്ട് കാണാനുള്ളത് ആക്ച്വൽ എമൗണ്ട് മൈനസ് എന്തായിരിക്കും വരിക? ലീസ്റ്റ് എമൗണ്ട് ആണ് വരുന്നത്. ആക്ച്വൽ എമൗണ്ട് എത്രയാണ്? 4 lakh ആണ്. 4 lakh മൈനസ് 2,12,019. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എത്രയാണ്? 1,87,981. ഇതാണ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ഓക്കെ, ആദ്യം തന്നെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എഴുതി. പിന്നെ ലിമിറ്റ് അണ്ടർ കവർ ഗ്രാറ്റുവിറ്റി ആക്ട് ആയതുകൊണ്ട് 20 lakh എഴുതി. പിന്നെ 15 days സാലറി കംപ്ലീറ്റഡ് എത്ര സർവീസ് ആണെന്ന് നോക്കണം. 6 months more ഉണ്ടെങ്കിൽ അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് നമുക്ക് ഇയറിനെ 35 ആയിട്ട് എടുക്കാം. അപ്പോൾ ബേസിക് പേ പ്ലസ് DA പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ പറഞ്ഞിട്ടുള്ളത് വേണം എടുക്കാൻ. 2,000 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു 35 ഇയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന എമൗണ്ട് ഇതായിരിക്കും. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കി ആ എമൗണ്ട് എടുത്തു. ലീസ്റ്റ് എന്ന് പറയുന്നതാണ്. അതിൽ നിന്ന് ആക്ച്വൽ എമൗണ്ട് എത്രയാണോ കിട്ടിയത്, അതായത് 4 lakh ആണ്. ആ 4 lakhൽ നിന്ന് ഈ ലീസ്റ്റ് എമൗണ്ട് കുറച്ചാൽ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. നോട്ട് കവേർഡ് അണ്ടർ ആണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം എഴുതണം നോട്ട് കവേർഡ് എന്ന് എഴുതണം കേട്ടോ. അതിൽ വരുന്നത് ശരിക്കും ഇതിൽ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ. അതുകൊണ്ട് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 4 lakh തന്നെ. ലിമിറ്റ് എത്രയായിരിക്കും വരുന്നത്? 10 lakh ആയിരിക്കും വരുന്നത്. ഇനി മൂന്നാമത്തെ എന്തായിരിക്കും? ഹാഫ് മന്ത് സാലറി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഹാഫ് മന്ത് സാലറി ആണ്. പിന്നെന്താണ്? കംപ്ലീറ്റ് സർവീസ്. അത് എഴുതിക്കോളൂ കേട്ടോ, ഞാൻ എഴുതണില്ല. അതിൽ എത്രയായിരിക്കും വരുന്നത്? 8,500 ഇൻറ്റു എത്രയാണ്? ഹാഫ് ഇൻറ്റു എത്രയായിരിക്കും വരിക? 35 എന്ന് നിങ്ങൾ എഴുതാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എടുക്കരുത്. നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാനൊന്നും പാടില്ല. എത്ര ഇയർ ആണുള്ളത് ആ ഇയറെ എടുക്കാൻ പാടുള്ളൂ.
ഇൻറ്റു 34 എന്നായിരിക്കും എഴുതുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 1,44,500. ഇതിൽ ഏതായിരിക്കും ലീസ്റ്റ് എമൗണ്ട്? ഈ എമൗണ്ട് ആയിരിക്കും വരും ലീസ്റ്റ് എമൗണ്ട്. അത് കുറയ്ക്കും. അതായത് ആക്ച്വൽ എമൗണ്ട് മൈനസ് ലീസ്റ്റ്. അപ്പോൾ എത്രയാണ് വരുന്നത്? 4 lakh മൈനസ് 1,44,500. എത്രയായിരിക്കും തന്നിട്ടുണ്ടാവുക? 2,55,500. ഇതായിരിക്കും ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എമൗണ്ട്. ഓക്കെ, ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ആക്ച്വൽ എമൗണ്ട് എത്രയാണ് കിട്ടിയത്? 4 lakh ആണ്. ലിമിറ്റ് അണ്ടർ നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആയതുകൊണ്ട് 10 lakh ആണ് വരുന്നത്. പിന്നെ ഹാഫ് മന്ത് സാലറി കംപ്ലീറ്റഡ് സർവീസ് നോക്കണം. അപ്പോൾ ഹാഫ് മന്ത് എന്ന് പറയുമ്പോൾ 8,500 ബേസിക് പേ പറഞ്ഞിരിക്കുന്നത് 8,500 ഇൻറ്റു 1/2 ഇൻറ്റു 34. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവറേജ് സാലറി എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. ക്വസ്റ്റ്യൻ എന്താണോ പറയുന്നത്, കമ്മീഷൻ എടുക്കണോ DA എടുക്കണോ എന്നൊക്കെ ക്വസ്റ്റ്യൻ വളരെയധികം ശ്രദ്ധിച്ച് വേണം കേട്ടോ എടുക്കാൻ. ഇൻറ്റു 34 എങ്ങനെയാണെന്ന് അറിയാലോ, റൗണ്ട് ഓഫ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കിട്ടുന്നതാണ് 1,44,500. ഇതിൽ ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എടുത്തു. അത് നമുക്ക് ആക്ച്വൽ എമൗണ്ട് എത്രയാണോ കിട്ടിയത് അതിൽ നിന്ന് കുറയ്ക്കുമ്പോഴായിരിക്കും ടാക്സിബിൾ ഗ്രാറ്റുവിറ്റി എമൗണ്ട്. ഈ എമൗണ്ടിനായിരിക്കും നമുക്ക് നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി. അത് പ്രത്യേകം എഴുതിയില്ലെങ്കിൽ ഈ കണക്ക് മുഴുവൻ തെറ്റും കേട്ടോ. ഇനി പറയുന്നത് എന്തായിരിക്കും? ഗവൺമെന്റ് എംപ്ലോയി. ഗവൺമെന്റ് എംപ്ലോയിക്ക് എന്താ നമ്മൾ പഠിച്ചത്? ഗവൺമെന്റ് എംപ്ലോയിക്ക് ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. എമൗണ്ട് ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. ടാക്സ് കൊടുക്കണ്ട എന്നാണ്. അപ്പൊ 3 കണ്ടീഷൻ ആണുള്ളത്. ആ 3 നമ്മൾ പ്രത്യേകം ചെയ്ത് നോക്കി തന്നെ എഴുതണം. ഓക്കെ, എന്നിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതേണ്ടത് ഗവൺമെന്റ് എംപ്ലോയി നിൽ എമൗണ്ട് നോട്ട് ടാക്സബിൾ എഴുതിക്കോളൂ കേട്ടോ. ഇത്രയാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ എല്ലാ കണ്ടീഷനും നോക്കിയിട്ടുണ്ട് ഗ്രാറ്റുവിറ്റി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇപ്പോൾ ഗ്രാറ്റുവിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഗ്രാറ്റുവിറ്റിയുടെ 2 ക്വസ്റ്റ്യൻ ചെയ്തു. അതിൻ്റെ തിയറി പറയാനുള്ളത് പറഞ്ഞു. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുക. ഇതൊരു നമുക്കൊരു ട്രയൽ പോലെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നത് എന്നുള്ളത് എനിക്ക് കമന്റിലൂടെ തിരിച്ച് റിപ്ലൈ വന്നാലേ മനസ്സിലാവുള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.